കോമഡി മസാലയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഷോ കാണാൻ എത്തിയിരിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ വെൽക്കം. ഇനി ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരാനുള്ളത് 2 സ്റ്റാർസ് ആണ്. സോ ഇനി കൂടുതൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയ താരങ്ങളാണ്. സോ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നെൽസൺ ആൻഡ് ഉല്ലാസ്. കോമഡി മസാലയ്ക്ക് ഇനി നിങ്ങളുടെ ഒരു പ്രത്യേകം ഞാൻ സ്വാഗതം ഒന്നും തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്റ്റാർസ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നെൽസൺ ചേട്ടൻ ആൻഡ് ഉല്ലാസ് ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും ഇന്നത്തെ എപ്പിസോഡ് എന്താണെങ്കിലും ഒന്ന് തകർക്കാൻ വേണ്ടി റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഉല്ലാസേട്ടാ വിശ്വസിക്കാമല്ലോ രണ്ടുപേർക്കും. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഹോട്ട് സീറ്റിലേക്ക് നിങ്ങൾക്ക് പോയിരിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു. അടുത്തതായി ഒരു അടിപൊളി സ്കിറ്റുമായിട്ട് വേദിയിലെത്തുന്നു കിങ് ജോക്കേഴ്സ്. ഒരു പൊട്ടമോഹം ഈ പാഴ്മനസ്സിൽ വന്നപ്പോ ആദ്യം ഞാൻ ഓടി വന്നു ഇങ്ങോട്ടാ. എന്നിട്ടിപ്പോ എന്റെ കൈ പൊള്ളിച്ചല്ലേ. എന്നിട്ട് മേശപ്പുറത്തിന് ചിരിക്കുക. എനിക്ക് കാണണ്ട ഈ മുഞ്ഞി, എനിക്ക് കാണണ്ട ഈ മോന്ത. എന്നാ ഭാഷയാണ് ഈ പറയുന്നത്? എന്താ മുഞ്ഞി മോന്താന്നൊക്കെ ഇത് എന്നാ ഭാഷ ഇത്? ഓ, ഈ നാട്ടില് മോന്തയ്ക്ക് മുഞ്ഞി മോന്തേന്നൊക്കെ മുഖത്തിന് പറയുന്നത്. തമിഴ്നാട്ടിൽ വേറെ പറയണേ, ഞാൻ പറയട്ടെ. വേണ്ട, എനിക്കറിയാം. അവിടെ കിടന്ന് ഡയലോഗ് വിടാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. കത്തിച്ചില്ലേ ഇത്? കത്തി കൈ പൊള്ളി, അപ്പൊ നിർത്തി. എടി നീ എപ്പ എഴുന്നേറ്റതാടി? നീ എപ്പ എഴുന്നേറ്റതാ? ഇപ്പൊ എഴുന്നേറ്റ് ഒറ്റ കീറിയാൻ പറ്റുവാണല്ലോ. നിനക്കറിയാം എന്റെ സ്വഭാവം. അടിച്ചു വെച്ചാണല്ലോ നിന്റെ കവളത്തിരിക്കണം, താൻ തെറിച്ചു പോവും. അറിയാവോ? എന്നാടി നീ കണ്ണു വീഴിക്കണേ? അടിക്കുന്നെങ്കിൽ അടി, അരിയെടുപ്പത്ത് കിടക്കുക. പോയി വാർത്തരാണുള്ളത്. ശരിയാക്കി തരാം ഞാൻ. അച്ഛാ, ദേ അച്ഛൻ്റെ ലൈസൻസിലുള്ളതാണ് ഈ ഷാപ്പ്. അച്ഛൻ കടവും കടത്തിൻ്റെ കൂടുമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ അങ്ങ് പോയി. ഇപ്പം ഇതെൻ്റെ കയ്യിലാണ്. ഒരൊറ്റ ആൾ പോലും കയറില്ല. എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ആരെങ്കിലും നടപ്പുണ്ടെങ്കിൽ അവരൊക്കെ ഈ ഷാപ്പിലേക്ക് ഒന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. സത്യമായിട്ട് പറയുക, അടുത്ത ശിവരാത്രിക്ക് ബലിയിടുമ്പോൾ 4 കുപ്പി അച്ഛന് വേണ്ടി ഞാൻ സെറ്റ് ചെയ്തു. എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് വരുമ്പോഴത്തേനും അത് പൂക്കിട്ടിക്കും എന്ന് പറഞ്ഞിട്ട് വന്നേക്കുവാ. റെഡിയാക്കി തരാം. ഹലോ സുരേ, സുരേ, എടാ സുരേ, എല്ലോ എടാ ഇവിടം വരെ ഒന്ന് വരാവോടാ, ഷാപ്പ് വരെ. വരൂല്ല. എന്നതാടാ, നീ ഒന്ന് വാ. ഇന്നലെ എന്നെ ചവിട്ടിയിറക്കി പുറത്തിറക്കി വിട്ടതല്ലേ? എടാ അത് ഇന്നലത്തെ കേസ് ഇവിടെ. എടാ ഇവിടെ വലിയ പ്രശ്നം നടക്കുവാണ്, ഷാപ്പ് പൂട്ടണമെന്ന് പറഞ്ഞ കുറെ ആൾക്കാർ വന്നേക്കുവാ. എന്നെ വീണ്ടും വിളിച്ച് തല്ലാനല്ലേ? അല്ലെന്ന്, നീ ഇങ്ങോട്ട് വാ. നിനക്ക് 3 കുപ്പി ഞാൻ എടുത്ത് മാറ്റി വെച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഡെസ്കിൽ കൊട്ടി പാടിയപ്പോ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? പാട്ട് കൊള്ളിയല്ലാണ്ട് പറഞ്ഞതല്ലേ മോനെ, വാ ഇങ്ങോട്ട്. ഞാൻ വന്ന കള്ള് തരുമോ? താരാന്ന് ഉറപ്പാണ്? ഉറപ്പ്. അന്നാ ഓക്കെ, വന്നു വരും. ശരാ, ഇതെന്നാ വിലവിവരപ്പട്ടിയോ? പട്ടിയല്ല, പട്ടിക. കള്ളിലി 120. അതെ, എന്നാ പ്രശ്നം? ഷാപ്പ് പൂട്ടിക്കാനാണ്. ഇതുകൊണ്ടല്ലോ ബോർഡ് എഴുതി വെച്ചുകൊണ്ട് വന്നിരിക്കുവാണ്. നമ്മുടെ ഈ ഷാപ്പ് പൂട്ടിക്കാൻ എത്തിയേക്കാണ്. അപ്പൊ ഇത് ഞാൻ ഒഴിവാക്കി തരണം. സാധിക്കില്ല. സാധിക്കുമോ? സാധിക്കും. അവർ സാധിക്കും.
മുതുമൂപ്പനാന്നുള്ളത്. ചെല്ല്, ഇതിവിടെ തന്നെ ഇരിപ്പുണ്ട്. ശിവനകത്ത് പോ. പോ, 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 പോ. മദ്യം വിഷമാണ്. ആ കൈയൊന്ന് നോക്കിക്കേ, ആ പിടിച്ചങ്ങനെ കൈയൊന്ന് നോക്കിക്കേ. ചുമ്മാ ഒന്ന് പോക്കാൻ പറ്റുമോ? മറ്റേ കൈ ഇതുപോലെ ആക്കണോ? എല്ലാം ആവതുണ്ടെങ്കിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അയ്യോ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. 2 കണ്ണിൻ്റെയും കണ്ണിപ്പീളെ കിടക്കുക മദ്യം ഇന്നലത്തെ. ആരോഗ്യരക്ഷന് മതില പണിതൊക്കെ അവിടെ. ഓ, ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണ്ട ഓടുന്നുണ്ട്. താഴെ നിന്നാണ്ട് ചാടിപ്പോയി ചിരിക്കണ്ടോ അത്. ആ ചേട്ടൻ പിന്നെ നോക്കിച്ചിരിക്കുക. പേരനാ അമ്മയ്ക്ക് അടുത്ത് പ്രതാപ്. പ്രതാപ്. ഇരിപ്പ് കണ്ടാ അറിയാം, നല്ല പ്രതാപമായിട്ടാണ് ഇരിപ്പ്. ഞെളിഞ്ഞ കൊച്ചിൻ്റെ തലയിൽ അല്ല മടിയിൽ തലയും വെച്ച്. ഷാപ്പടച്ചു പൂട്ടുക മദ്യവിരുദ്ധ സമിതി. കുടിയൻ വീട് മുടിക്കും. ശരിയാ, മുടിക്കും. അവൻ്റെ മൊഹോരിക്കാണ്ട് എന്നോടാണ്ട് ഞാനാ രക്ഷകർത്താവെന്നുള്ള രീതിക്ക് അവനത് പിടിച്ചിട്ടിരിക്കണേ. കുടിയൻ വീട് മുടിക്കും. ഏത് കുടിയാണ് വീട് മുടിച്ചിട്ടുള്ളത്? ചങ്കിക്കൊള്ള എഴുത്തും എഴുതിക്കൊണ്ട് വന്നിട്ട് അവൻ അയ്യോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് നടുക്കിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ പാവപ്പെട്ട ഒരുത്തനിവിടെ ഷാപ്പ് നടത്തുന്നു. തലമുറകളായിട്ട് നടത്തുന്ന ഷാപ്പാണ്. ഈ വക അഭ്യാസം പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ഒരാൾ വരണം, ലോങ്ങിൽ നിന്ന് ഒരാൾ വന്നാൽ അപ്പം തന്നെ ചോദിക്കും ഇത് ഏതിലെ വരണ്ടേന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയണ എന്താ? ഷാപ്പിന് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റോപ്പിൽ വന്നാൽ. സ്കൂളിലേക്ക് വരുമ്പോൾ ആൾക്കാർ പറഞ്ഞാ സ്കൂൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഷാപ്പ് കഴിഞ്ഞിട്ട് 2ാമത്തെ സ്റ്റോപ്പ് സ്കൂള്. രാജമ്മയുടെ വീട് എവിടെയാ? ഷാപ്പിൻ്റെ പുറകെ കൂടെ ഊർന്നിറങ്ങി ചെന്നാൽ മതി രാജമ്മയുടെ വീട്. എപ്പോഴും പറയുമ്പോൾ ഈ ഷാപ്പ് വെച്ച് പറഞ്ഞാൽ നിങ്ങളൊക്കെ വീട്ടിലേക്ക് വന്ന ആൾക്കാർ എത്തിക്കുന്നത്. എന്നിട്ട് ഈ ഷാപ്പ് പൂട്ടിക്കണം അല്ലേ? ഈ ഷാപ്പ് ഇവിടെ ഇരുന്ന് എന്നാ കുഴപ്പമില്ല. ഹൗ ആർ യു, ഹൂ ഡു യു? മൈക്കോച്ചോടാ എന്നാ വിഷയം എന്നാ? യു ആർ യു ഡോണ്ട് റിപ്പീറ്റ്. താങ്കൾ കിട്ടുന്ന പൈസ മുഴുവനും കുടിച്ച് റോഡുകളെ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ ആടി നടക്കുന്ന ശരിയായ ഒരു പ്രവണതയാണോ? അതാണ് ആടിയാടി തെക്കോട്ടും വടക്കോട്ടും. ഇവിടെ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എനിക്കറിയാം അതിന് മറുപടി പറയില്ലെന്ന്. ഇനി ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കാം. സംഭവം സ്റ്റോപ്പ് ഫോർ ദിസ് സ്റ്റോപ്പ് ദിസ് ഷാപ്പ്, നോട്ട് എ സ്റ്റോപ്പ്. ദിസ് ഈസ് വർക്കിംഗ് ഫോർ ദിസ് ടുഡേ. ഓക്കെ, ഐ കാം കണ്ടിന്യൂ ടു നോട്ടീസ്. ഇറ്റ് ഈസ് നെവർ. അപ്പോൾ സംഭവം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ജീവിച്ച് പോട്ടെ എന്ന്. ശിവാണ എന്നോടാ പേ എങ്ങനെയായി പിടിച്ചേ. ഇത് ഇത് പിടിച്ചോ മാറ്റി അവർ സംഭവം തീർന്നാ? ആ എന്നാ നീ 2 അടിച്ചിട്ട് വിട്ടോ. 2 അടിച്ചിട്ട് പൊക്കോ. പൊക്കോ. എന്താ ഇങ്ങനെ ഈ ഇരിക്കണ മകൻ തന്നെയല്ലേ ഇയാള്? അതെ, ഈ സ്വഭാവം കാണിക്കുള്ളൂ. പരിപാടി ഞാൻ കഴിഞ്ഞ പൊക്കോ ഇട്ടോ അല്ലേ? ഇവിടെ ഞാൻ ഈ ഷാപ്പിലേക്ക് കയറി വേണ്ട എന്താണെന്നറിയോ? തന്റെ ഷാപ്പിലെ കള്ളു കുടിക്കാനല്ല. പിന്നെ എന്റെ തവളല്ലേ? തവള എവിടെ? തവള കണ്ടത്തില്ല. തവളയല്ല, കരള്. കരള് കറി ഇന്നില്ല ഇവിടെ. എടാ എന്റെ കരള്. നിന്റെ കരള് ഷട്ടിനകത്തല്ലേ? അതല്ലെന്ന്. എന്റെ കരളിന്റെ കരളായ എന്റെ മീൻകുട്ടി എവിടെ? അവള് ഇവിടെ ഇല്ല. അവള് പുറത്ത് പോയേക്കുക. അന്ന് അവള് വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്തിനാണ് ആ പെണ്ണിന്റെ പുറകെ നടക്കണേ? എടാ നിനക്ക് 1000 പെണ്ണുകൾ വേറെ കിട്ടൂലേ? എവിടെ? ബോംബെ ചെല്ലു. ബോംബെയിലാ? എനിക്ക് മീൻകുട്ടീനെ മതി. അവള് വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അറിയാവാ? അവളെ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ. എന്റെ ജീവന്റെ ജീവനായ മീൻകുട്ടീനെ, ഇവിടുത്തെ കറിക്കച്ചവടക്കാരത്തി മീൻകുട്ടീനെ, എന്റെ സ്വന്തം മീൻകുട്ടീനെ. അതെ വരുന്നുണ്ട്.
നീ അയല വറുത്തുകൊണ്ട് കരിമീൻ പൊള്ളിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് പാടി വന്ന ആൾക്കാർ ഇവിടെ വന്ന സാധനം കൊടുക്കാനില്ല കേട്ടോ. അത് ഞാൻ വെറുതെ പാടി വന്നതല്ലേ. വെറുതെ പറഞ്ഞത് ഞാൻ ഹോട്ടലിൽ പോയി സാധനം മേടിച്ചോണ്ട് കൊടുക്കേണ്ടി വരും. ഞാൻ ഉള്ള വെച്ച് ഉണ്ടാക്കി എടുക്കുക. ഇത് ഇവിടെ കറിക്കൊണ്ട് പോവുക. പറഞ്ഞ കാര്യം എന്തായി? തീരുമാനം എന്തായി? എന്ത് ഞാൻ നടക്കൂല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമല്ലെന്നാ? ആ, നീ പിന്നെ ആരാണ് ഇഷ്ടപ്പെടാൻ പോണത്? എനിക്ക് കള്ളു കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ചെറുക്കനെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. ഈ കള്ള് കുടിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, കൃഷിയിലുള്ള ഒരുത്തൻ നിന്റെ കൂടെ പൊറുക്കുവോ? അങ്ങനെ അഥവാ ഒരുത്തൻ വന്ന് കല്യാണം കഴിച്ചാൽ തന്നെ ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് പോലെ അവൻ തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് അവന് വലിയ അതാണോ? ഇതിനൊക്കെ നീ അഹങ്കാരം ഇവിടെ കിടന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല. നിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ഇവിടെ ആണിനെ കൊണ്ടുവന്ന് ഒരു ചെറുക്കന്മാരെ കൊണ്ടുവന്ന് നിന്നെ കാണിക്കുന്ന ബ്രോക്കറില്ലേ, അവനെ ഞാനുണ്ടല്ലോ, അവന് വേണ്ടി കൊണ്ടുവരണവനെ അവനെ ഞാൻ കീറും. അവനെ ഞാൻ കീറും പറഞ്ഞാൽ കീറിയിരിക്കും. അവനെ ഇവിടെ വെട്ടാമര വെട്ടി വെട്ടി വീഴ്ത്തും ഞാൻ അവനെ. എൻ്റെ മേശയല്ല, ഞാൻ ആദ്യം അവനെ കണ്ടേച്ച് വരാം, അതിനുശേഷം നിന്നോട് സംസാരിക്കാം. അയ്യോ വേണ്ട. അവനെ ഞാൻ 143 പറഞ്ഞ കേട്ടാ? ഹലോ, ബാലാമണി പറഞ്ഞു കേട്ടോ? എന്നാന്നേ 143 കേട്ടു എന്ന് പറഞ്ഞാ 143 എന്ന് പറഞ്ഞാ അതെ, കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് കുടിച്ചിട്ട് പോയ 143 രൂപ 143 തന്നിട്ട് പോയാ മതി. മനസ്സിലായോ? അതാണ് 143. ആ, നിന്നെ ശരിയാക്കി തരാം. നിന്റെ അഹങ്കാരം ഞാൻ ശരിയാക്കി തരാം. മറിയാണ് നിന്റെ ഇന്ന് അവനെ കീറിയിട്ട് ഞാൻ വരത്തുള്ളൂ. ബ്രോക്കറല്ലേ ആ, അവനാണല്ലോ, അവന് നീ ഇവിടെ ഞാൻ മുന്നവരെ ഇവരെന്തൊക്കെ എന്നെ കുറിച്ച് കുറ്റം പറയണമെന്ന് കേട്ട് എന്നോട് വരുമ്പോ പറയണം. കേട്ടല്ലോ? ഹ, എന്റെ കത്തി എന്നോട് സംസാരിക്കും നിങ്ങളോട്. ഞാൻ പോയിട്ട് വന്നെ വരാം. അണ്ണാ, ഈ കത്തിയൊക്കെ സംസാരിക്കുവോ? പിന്നില്ലാതെ കത്തി അടിക്കാന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. പിന്നെ ഇന്ന് എനിക്ക് ലീവ് വേണം. ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം. അയ്യോ, ഇന്ന് ലീവില്ല. ഷാപ്പിൽ ഒരു പണി ആയിരുന്നിട്ടില്ല. ഇവിടെ ലീവ് അയ്യോ, ഞാനവിടെ ചായ വെച്ചിരിക്കുന്നു. അന്ന് വരില്ല, ഇവിടെ നിന്നാ മതി. ആ അല്ലാതെ റെഡിയാക്കാം, അത് കുഴപ്പമില്ല. പെണ്ണ് കാണല്. കല്യാണം കഴിഞ്ഞാണോ? ഒരെണ്ണം ഉണ്ടായിരുന്നു, നോക്കി. ആ 3 ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. നല്ലൊരു പയ്യനുണ്ട് എൻ്റെ അടുത്ത്. അയ്യോ, എന്തായി? എന്തായിന്ന്? അവളെവിടെ? ഇത് വന്നോരും പോണോരൊക്കെ അവളെവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ അന്ന് മീനൂട്ടി എവിടെയെന്ന്? മീനുട്ടി ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ അവൾ ഇന്ന് ഇവിടെ വന്നാ പെണ്ണ് കാണാൻ ഇന്ന് അവളെ അവിടെ വീട്ടിൽ ആള് വരുമെന്ന് പറഞ്ഞില്ലേ? അതങ്ങനെ ഇവിടെ പണിയൊന്നും ആയിട്ടില്ലെന്ന്. പണിയായിട്ടില്ലേ? ആ, അവൻ ചെറുക്കനോട് പറഞ്ഞു ഷാപ്പിലോട്ട് വരാൻ മതി, ഷാപ്പിൽ വന്ന് കണ്ടിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. ആണ്ട് അതെന്താ വർത്തമാനം പറയാം? ഷാപ്പിൽ വന്ന് പെണ്ണ് കാണാനോ? അവൻ കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, ഒന്നും ചെയ്യാത്തൊരു പയ്യൻ. അത് സാരില്ല, കണ്ടു സംസാരിച്ചാൽ മാത്രം മതിയല്ലോ. അയ്യോ, അത് നടക്കുന്ന കാര്യമല്ലെന്ന്. അതിന് നടക്കില്ലാത്തന്നെ. നടക്കുകയല്ലെന്ന് പറഞ്ഞാൽ ഒന്നാമത് അവര് പച്ചപ്പരിഷ്കാരി ചെറുക്കനാ. അവിടെ ഭാഗ്യത്തിന് അവനെ കിട്ടിയതാ. ആണോ? ആ സാരില്ല, വരുമ്പോ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കാം. എന്ന് പറഞ്ഞു നോക്കാം. ആ, അവനൊരു 11:15 വള്ളിക്കിഞ്ഞ് വരും. വള്ളിക്ക് വരാൻ അവനെ മൗഗുളിയാണ്. വണ്ടിയില്ല, വണ്ടിയൊക്കെ ആയി വരുന്നുള്ളൂ. കാട് പ്രദേശത്ത് താമസിക്കുന്ന ആളാ. വള്ളിയെ തൂങ്ങിയവൻ. വള്ളി തൂങ്ങിയാ വരുന്നേ. അപ്പൊ അവൻ അന്നേരത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ ഞാനത് വിളിച്ച് ക്ലിയർ ചെയ്യാം. ആ, അപ്പൊ എന്നാ ഉണ്ട് കഴിക്കാൻ? എന്നാ ഉണ്ട്? എന്നാ എന്തെങ്കിലും താ. കഴിക്കാൻ എന്നാ ഇപ്പൊ ഉള്ളെ? കൊക്കുണ്ട്. ആ, കൊക്കറച്ചി ഉണ്ട്. ആ, കൊക്കറച്ചി പൊളിക്കും. കൊക്കറച്ചാ 650 രൂപയാവും. 650 രൂപ കൊക്കറച്ചിക്ക്? അതെന്തോ അത്രയും വില? കൊക്കിനെ പിടിക്കാൻ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയോ? അതിന് പിടിച്ചോണ്ട് വന്ന് ഉണ്ടാക്കി വെക്കണ വലിയ ബുദ്ധിമുട്ടാ അതിന്. അതെന്തോ അത്രയും പാടുന്നതോ? എടാ, കൊക്കിനെ നമുക്ക് പെട്ടെന്ന് കിട്ടുവോ? ഇല്ല. കൊക്കൊക്കെ ഈ കണ്ടത്തി ഇരുന്നോണ്ട് തവളേനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുമ്പോ പുറകിടെ ചെന്ന് എടാ കൊക്ക് എന്ന് വിളിക്കുമ്പോ കൊക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഈ വശത്തോടെ ഓറഞ്ചിന്റെ തൊലി കൊണ്ട് കണ്ണിൽ ഒറ്റ ചീച്ചിരും. ചീച്ചിച്ച് കഴിഞ്ഞപ്പോ അയ്യോ എന്റെ കണ്ണുപോയെന്നും പറഞ്ഞ് കരയും. ആ സമയത്ത് തന്നെ നമ്മൾ മുളക് മല്ലിപ്പൊടി എല്ലാം കൂടെ കൂട്ടി ഒരു വെള്ളത്തിലാക്കി അങ്ങ് കഴുകും മുഖം. ആണോ? ആ, അന്നേരം ഇത് ഈ മുളകും മല്ലിപ്പൊടിയൊക്കെ എന്തിനാ കഴിയുന്നത്? പിന്നെ മസാല ചേർക്കണ്ടല്ലോ, നേരെ അങ്ങ് എടുത്തിട്ട് ഉണ്ടാക്കിയ പോരെ. അതിന് വേണ്ടിയാ? അത്രേ ഉള്ളൂ. എന്നാ വേറെ എന്തോട്ട് കഴിക്കാൻ? വേറെ കുഞ്ഞാഞ്ഞുണ്ട്. കുഞ്ഞാഞ്ഞ. ആ, കുഞ്ഞുഞ്ഞുണ്ട്. കുഞ്ഞുഞ്ഞോ? ആ, അതെന്താ സാധനം? കുഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? ഇല്ല.
ആമയിറച്ചിക്ക് പറയുന്ന പേരാ. ആമയിറച്ചി എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പൊ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഈ ആമയും കൊണ്ട് തന്നെ പുള്ളിയുടെ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞു ഒരെണ്ണം അച്ഛനും എടുക്ക. അച്ഛനെന്തേ? അച്ഛനെ ഒരു കുഞ്ഞു തരാം കേട്ടോ. ഏ? അച്ഛനുണ്ട് എന്റെ കൂടെ. അച്ഛനോ? ആ അച്ഛൻ ഷാപ്പിൽ ഞാൻ എപ്പോ വന്നാലും അച്ഛൻ്റെ ആത്മാവിന്റെ കൂടെ വരും. എവിടെ? ദേ ഇവിടെ ഉണ്ട് ആള്. കുഞ്ഞു കുഞ്ഞു കൂട്ടി കുടുക്കനെ ഒരു സാധനോടെ മേടിച്ചാൽ അടിക്കാൻ നമുക്ക്. ദേ ഇപ്പുറത്ത് വന്നു. കുഞ്ഞു കുഞ്ഞു കൂട്ടി സ്ഥിരം ഒരു സാധനം നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മൂപ്പനൊരു സാധനം ഉണ്ട്. അത് കൊടുക്കാം. എന്നാ അല്ല, ഒന്ന് സംസാരിക്കാൻ. സംസാരിച്ചോ? അതെ, ആ ഈ മരിക്കുന്നതിന് മുമ്പ് ദേ, ഇവിടെ ഈ മരിക്കുന്നതിന് മുമ്പേ അച്ഛാ ഒരു 650 രൂപ ഇവിടുന്ന് ദേ, പറ്റിയാ- ദേ, 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 ഇവിടെ അച്ഛാ മറ്റേ ഷാപ്പില് ഒരു 650 രൂപ പറ്റിയായിരുന്നു. അതുണ്ടോ കയ്യിൽ? അല്ലെങ്കിൽ ഞാൻ മകനോട് മേടിച്ചോളാം. അച്ഛാ എന്തെങ്കിലും ഒരു കാര്യം എവിടെ വരുന്ന ഈ ഷാപ്പിൽ വരുമ്പോഴാ അച്ഛൻ്റെ ആത്മാവിന്റെ കൂടെ വരുന്നത്. അപ്പൊ തന്നെ നിങ്ങളെ കടത്തിന്റെ മണ്ടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ. ആ, ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരിക്ക്. നാട്ടിലെ കള്ള് നല്ല കള്ളാണ്. മോനോട് പറഞ്ഞില്ലേ? എടുക്കും ഞാൻ, നിന്നെയൊക്കെ എടുക്കും ഞാൻ. വെറുതെ വിടുന്നതല്ല ഞാൻ. ഹലോ, എടാ വാടാ, നീ എവിടെയാടാ? അതാണ് അവരുടെ വീട്ടിൽ നടക്കത്തില്ല. നീ ഷാപ്പിലോട്ട് വന്നേരെ. അതൊന്നും ഒരു കുഴപ്പമില്ല, നീ പോരെ. അവൻ ഷാപ്പിൽ വരുന്നില്ല. നീ എങ്ങനെയെങ്കിലും ഇവിടെ ചോദിച്ചാൽ മതി. വാട വെസ്റ്റ് ടൈമിൽ ഇറങ്ങി ഷാപ്പ് ഏത് ചോദിച്ചാൽ മതി. അവൾ ഇവിടെ ഉണ്ട്, ഇവിടെ വന്ന് കണ്ടിട്ടങ്ങ് പോവാം. ഒന്നുകൊണ്ട് പേടിക്കണം, നീ പോരെ. ഓക്കെ 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 ഓക്കെ. ഇതൊരു വൃത്തികെട്ട സ്ഥലമായത്. ഏഹ്? അങ്ങനെ അകത്തോട്ട് കാണുമല്ലോ കുതിരോട്ടം പപ്പു. അയ്യോ, ഇച്ചീച്ചിയാ. ഷാപ്പ് ഇച്ചീച്ചി, അതാ. ബ്രോക്കർ ഇവിടെ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരേണ്ട വലിയ കാര്യമുണ്ടോ? നീ വാ 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 വാ. ഭയങ്കര വൃത്തിയാ. ഭയങ്കര വൃത്തിയാ. ഞാൻ ആ ക്രിസ്റ്റഫറിനിങ്ങ് പോന്നു. ക്രിസ്റ്റഫറോ? ആ, അതിന് നിങ്ങൾ വള്ളി തൂങ്ങില്ല അങ്ങോട്ട് ചോദിച്ചു. അവിടെ ബസ്സില്ലല്ലോ. അതേതോ? ഞാൻ ആ വള്ളിക്ക് പേരിട്ടേക്കണ ക്രിസ്റ്റഫർ. ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇവനിവിടെ നിൽക്കാം. അതെ, പറ്റുബുക്ക് പ്രത്യേകിച്ച് വാങ്ങണ്ട. തല 1.5 ഇഞ്ച് മറ്റേ പേജുള്ള ബുക്കിന്റെ കൂട്ടി ജീവി വെച്ചേക്കും. കണ്ടില്ലേ? അത് ശരിയാ. അതെ, എന്നാ പിന്നെ വിളിക്കാം. പെണ്ണിനെ വിളിക്ക്. അവളെ വിളിക്ക്, പെണ്ണിനെ വിളിക്ക്. ഒരു കൊതി, ഒരു കാണാനൊരു കൊതിയുണ്ട്. അതെ, ചെറിയ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവള് ഷാപ്പും കാര്യങ്ങളൊക്കെ ആണേലും ആ, സുന്ദരി. കണ്ടാ സുന്ദരി. സുന്ദരി പെണ്ണ്. ഇത് സ്വഭാവം വേണ്ട. അതെ, ഞാൻ ഈ പാലും ചായ ഒന്നും കുടിക്കല്ല, അതാ. അയ്യോ, ഇത് പാലല്ല, കള്ള ചായ വീട്ടിയിരിക്കുന്നു. അയ്യോ, കള്ള. ഞാൻ കുടിക്കില്ല. കള്ളു കുടിക്കില്ല? ഇല്ല ഇല്ല ഇല്ല, ഞാൻ കുടിക്കില്ല. കള്ളു കുടിക്കില്ല. അതെ, എനിക്കൊന്ന് ഒറ്റക്ക് സംസാരിക്കണം. ഒറ്റക്കൊന്ന് സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരിക്കണം. എത്ര മണിക്കൂർ സംസാരിക്കും തന്നെ നിന്നോണ്ട്? 2-3 മണിക്കൂർ ഒറ്റയ്ക്ക് സംസാരിക്കുമോ? വാ, സംസാരിക്കും. ഞാനിവിടെ ഇരുന്നോളാം. ശരി, അങ്ങോട്ട് എവിടെ ഞാൻ പറയാം. ഈ സംസാരിക്കുമ്പോൾ ഒരെണ്ണം അടിച്ചിട്ട് സംസാരിക്കും. നമ്മളൊരു പെണ്ണെ അതല്ലെന്ന്, എനിക്ക് പെണ്ണിനോട് സംസാരിക്കണം. എടാ, പെണ്ണിനോട് സംസാരിക്കാൻ അതിന്റെ ടെൻഷൻ ഇല്ലേ? ആ ടെൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി ഒരെണ്ണം വിട്ടിട്ട് സംസാരിക്കാൻ പറഞ്ഞു. കള്ളോ? ആ, അയ്യേ, അതൊന്നും നീ ശരി. ഒരെണ്ണം വിട്ടു നോക്കാം. 100 കാര്യം പറയുന്നേ ഇവിടെ നിന്ന്. ആ, നീ ഒരെണ്ണം അടിക്കുക. ഏത് കള്ള ഇത്? എടാ, ഇന്നാലെ ചെത്തുകളാ, നല്ല സാധനം അത്. ചെത്ത് കള്ള? ആ, പിന്നെ ചെത്താണ്ട് പിന്നെ തന്നെ ഇറങ്ങി വരുവാ കള്ള്. എടാ, മൂപ്പനുള്ള ആ, അടിക്കട്ടെ. 15 ദിവസം അടിച്ചോ? നിങ്ങൾ പറ. അവന് ഒരെണ്ണം കുടിച്ചോ? ഇവിടെ ഇതേ ഉള്ളു. എനിക്ക് പാലാന്ന് കരുതി കുടിച്ചോ? പാലാന്ന് കരുതി ഒരെണ്ണം കുടി. ആ. ശരിടാ, കുഴപ്പമില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു. കുടി, കുടിയാടാ. ആ ടെൻഷൻ സഹിച്ചു കൊടുത്തു. ഇതെന്തുവാ? കൊക്കറച്ചി എങ്ങനെയുണ്ട്? ഒന്നാം തരം ബീഫ് എടുത്ത് വെച്ചിട്ട് നീ കൊക്കറച്ചെന്ന് പറഞ്ഞു എനിക്ക് എന്താ പട്ടി? അയ്യോ, ഇതാണ് നീ? നീ ഏതാണ് നീ? അയ്യോ, നീ കള്ളു കുടിക്കടാ. എന്നാ എനിക്കല്ല കള്ളു കുടിച്ച് ഇറങ്ങിയല്ലേടാ? കള്ളു കുടിക്കുന്നില്ല പറഞ്ഞിട്ടില്ല. നീ കള്ളു കുടിച്ച് ഇറങ്ങില്ല. ആരാണ് ഇത്? ആരാണ് ഇത്? ആരാണ്
ആരാണ് നിങ്ങൾ? ഇവിടെ വാടി. ഇവിടെ വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടിയിടി. ഇതാര് നിനക്ക് എന്നെ കാണുമ്പോ ഒരു പുച്ഛം? എണീക്കടാ. ഓടിക്കത്ത. ഓടിക്കത്ത. ആമ്പളേര് വർത്താനം പറഞ്ഞെടുത്ത് തന്നെ കള്ളു കുടിക്കാൻ കള്ളു കുടിച്ച ഇവിടെ എന്താ കുഴപ്പം? കള്ളു കുടിച്ച എന്താ കുഴപ്പം? ആണ്ടെ ആണ്ട് അകത്ത് മൂപ്പുണ്ടോ? ആ അവിടെ നിന്ന് അടിച്ചിട്ട് വരാം. ഏതാ മൂത്തത്? അയ്യോ ഞാൻ മൂത്തതല്ല, എന്നെക്കാളും മൂത്തത് വേറെ ഉണ്ട്. ഞാൻ ഇളയതാണ്. ഇവൻ ജില്ലക്കാരനല്ലല്ലോ. ആണ്ടവല്ലോ അടുത്ത നോക്കിയേ നോക്കി നോക്കിയൊന്ന് പിടിച്ച് നോക്കിയാ ഞാൻ ഇനി അത് അല്ലടാ ഒരാവേശത്ത് ചെയ്തതാ അല്ലേ? ഓക്കോ വിട്ടറാ. നീ ആ യൂണിയൻകാരോടൊന്ന് പറഞ്ഞു കിട്ടാൻ. എടീ എന്നെ അങ്ങനെ ആരും പുച്ഛിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചു തരും. ട്രാ. ഹ. आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः बलदेवानन्द सागरः ആരാ തെണ്ടി? ബ്രോക്കർ കൊണ്ടുവന്ന ചെറുക്കനാ. കളരിയാണോ പട്ടി? ഇതുവരെ ഞാൻ ഇതുപോലെ തല്ലിയിട്ടില്ല. ആരാ നീ? എടീ ആരാ ഇത്? ഇവക്ക് കൊണ്ടുവന്ന പയ്യൻ. നീ അല്ലടി പറഞ്ഞേ മദ്യപിക്കുമില്ല, സിഗരറ്റും വലിക്കില്ല, യാതൊരു ദുശീലല്ലാത്തതിനെ കെട്ടോളന്ന്. ഞാൻ അറിഞ്ഞു. ഇതുപോലത്തെ വൃത്തികെട്ടാണ് ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വന്നേ കാണുന്നത്. ഇയാൾ കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞില്ലേ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാ. നമ്മക്ക് ഓക്കെ. അപ്പൊ സുമേഷ് ഏട്ടാ, അനീഷ് ഏട്ടാ, അജിത് ഏട്ടാ, ഗംഭീരമായ സ്കിറ്റായിരുന്നു. അതിനൊന്നുകൂടെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകാം. ഓക്കെ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാണ്. എന്നിട്ട് നല്ല കുടിയന്മാരുമാണ്. ആണോ? ശരി കുടിയന്മാരാണോ? പക്ഷെ സുമേഷ് ഏട്ടാ കണ്ട ഒരാള് പോലും പറയില്ല. അത്ര ഒരു നാച്ചുറൽ ആക്ടിങ് ആണ് അല്ലേ? ഇത്ര നന്നായിട്ടൊരു കുടിയനെ അഭിനയിക്കുന്ന ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും നല്ലൊരു സ്കിറ്റായിരുന്നു. അപ്പൊ നമ്മുടെ താരങ്ങളിലേക്ക് നമുക്ക് ഇനി കിടക്കാം. ഉല്ലാസേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ സ്കിറ്റ്? നല്ല സ്കിറ്റായിരുന്നു, അടിപൊളി. ഈ സ്കിറ്റിൽ ആ ബസ്സിൽ തന്നെ ആ ഓഡിയൻസിനെ ഇൻക്ലൂഡ് ചെയ്യിച്ചത് വളരെ നല്ലതായിട്ടുണ്ട്. കാരണം ഒരു മദ്യവിരുദ്ധ സമിതി എന്ന് പറയുന്നത് അപ്പോൾ പൊതുജനമായിരിക്കുമല്ലോ. പൊതുജനത്തിന് ഇവിടെ പ്രേക്ഷകരെ പൊതുജനമാക്കിക്കൊണ്ട് അത് നല്ലൊരു കൺസെപ്റ്റായിരുന്നു. അത് ഉൾപ്പെടുത്തി ചെയ്തത് അത് നല്ല വൃത്തിയായിട്ട് അത് എല്ലാവരും അവർ സഹകരിക്കുകയും ചെയ്തു. അവർക്ക് നല്ലൊരു കൈയ്യടി നമ്മളെല്ലാവരും കൂടെ കൊടുക്കുന്നത്. പൂർണ്ണമായിട്ട് സഹകരിച്ചു. സുമേഷ് ആ കൈയൊടിഞ്ഞ ആളിനോട് ആ സ്പോട്ടിൽ വന്ന സാധനം അത് അത്ര ഗംഭീരമായിട്ട് എല്ലാവരും ആസ്വദിച്ചു. എന്താ മറ്റേ കൈയോടെ ഞാൻ തല്ലി ഓടിക്കും. കറക്റ്റായിട്ട് അങ്ങനെ ഒരാളെ കിട്ടി. സ്പോണ്ടേനിയസ് ആയിട്ടത് വന്നു. കറക്റ്റായിരുന്നു, അടിപൊളി. അതുപോലെ തന്നെ ഈ സ്കിറ്റിൽ നിതയ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കണം. നിതയുടെ എക്സ്പ്രഷൻസ് ശരിക്കും നമ്മുടെ ഒരു പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഇതിനകത്ത് സ്കിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് മേളിൽ സിനിമ ലെവലിൽ തന്നെയാണ് നിങ്ങളിത് അവതരിപ്പിച്ചത്. ആ ഒരു ഭാവങ്ങളൊക്കെ ഇട്ടാണ് അത് ചെയ്തത്. അപ്പം അത് കൂടുതൽ ഈ സ്കിറ്റിനെ മികവുറ്റതാക്കുന്നതിന് വേണ്ടി അഭിനയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നാച്ചുറാലിറ്റി കീപ്പ് ചെയ്ത് അത് വളരെ ലൈഫോട് കൂടി എല്ലാവരും അത് അഭിനയിക്കുമല്ലായിരുന്നു, അത് ബിഹേവ് ചെയ്തപ്പോഴാണ് ഈ സ്കിറ്റിന് വളരെ മനോഹരമാക്കിയത്. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് വളരെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല, സുമേഷ് ഗംഭീരമാക്കി. സുമേഷ് തകർപ്പൻ പ്രകടനമായിരുന്നു ഇന്ന് ഇതിനകത്ത് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ രതീഷിൻ്റെ ക്ലൈമാക്സിലുള്ള വരവ് സൂപ്പർ. രതീഷ് വൈക്കത്തിനും അനീഷ് ബാലും പിന്നെ അജിത് കൂത്താട്ടുള്ളതും എല്ലാവരും മനോഹരമാക്കിയപ്പോൾ എല്ലാവരും കൂടെ ചേർത്ത് ചെയ്തപ്പോൾ എടുത്തു പറയേണ്ടത് ഞാൻ സുമേഷിൻ്റെ കാര്യം. ബാക്കി എല്ലാവരുടെയും കൂടെ വന്നപ്പോൾ അത് ഗംഭീരമായി, അടിപൊളി. തീർച്ചയായിട്ടും അടിപൊളി സ്കിറ്റായിരുന്നു. ആദ്യം തന്നെ സുമേഷ് കാതറി കേട്ടോ. കാസറി എന്ന് പറഞ്ഞാൽ കാസറി. നമ്മളൊക്കെ കള്ളുകൂടിയന്മാരുടെ സ്കിറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ നല്ല ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ.
ആ പുള്ളിയുടെ അടുത്ത് കൗണ്ടറൊക്കെ അടിച്ചപ്പോൾ നമ്മൾ ചിരിക്കുക ചുമ, അതുകൊണ്ടാണ് അത് കീപ്പ് ചെയ്ത് ചിരിച്ചത്. പിന്നെ ഈ അമ്മച്ചിക്ക് ഒരു ഭയങ്കര കൈയടി കൊടുക്കണം കേട്ടോ. ഒരു റിഹേഴ്സലും ഇല്ലാതെ. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. മുഖം ഒന്ന് വലിഞ്ഞു മുറുകി ഉള്ള കാര്യമല്ലേ പറയുന്നത്. മനസ്സിൽ ആ വികാരം തുളുമ്പി ഇങ്ങനെ വെളിയിലേക്ക് ചാടുകയായിരുന്നു. അമ്മ സൂപ്പർ കേട്ടാ, അടിപൊളി. പിന്നെ രതീഷ് അടിച്ചു പൊളിച്ചു. പിന്നെ അജിത്തും അനീഷും എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ അടിപൊളി സ്കിറ്റായിരുന്നു. പിന്നെ നമ്മുടെ നിതയുടെ ഭാവങ്ങളൊക്കെ ഇപ്പം ഉല്ലാസ് പറഞ്ഞു, എങ്കിലും നമുക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നല്ല എന്തൊരു അഭിനയമാണ് ആ കുട്ടി. അടിപൊളിയായിട്ടാണ് നമ്മൾ ഏത് വേഷം ചെയ്താലും ശരി. ഇതിപ്പോൾ ഒരു വലിയ ബുദ്ധിയില്ലാത്തൊരു ക്യാരക്ടറാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ തന്നെ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിലാണ് അത് അഭിനയിച്ചത്. നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത്. എല്ലാവരും നന്നായിരുന്നു. നല്ല സ്കിറ്റ്, അടിപൊളി. അപ്പൊ നെൽസൺ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മച്ചിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ആള് എന്താ പറയാ, ആ ക്യാരക്ടറിന്റെ അകത്ത് അങ്ങോട്ട് ഇറങ്ങി ചെന്ന പോലത്തെ ഒരു അഭിനയമായിരുന്നു. താങ്ക് യു വെരി മച്ച്. അത് നമുക്കൊന്ന് എന്നോടൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി. അല്ല, ഈ സ്കിറ്റിന് അഭിനയിച്ച ആളുകളുടെ ഒപ്പം തന്നെ ഒരു ലെവലിൽ നിന്ന് ആൾ ചെയ്തു എന്നുള്ളതാണ് ഗംഭീരമായ ഒരു കാര്യം. അമ്മച്ചിയുടെ പേരെന്താണ്? പേര് വസന്തം. വസന്തം. ഓക്കെ, ഭയങ്കര വസന്തം. എന്നോട് വടക്കും തെക്കൂട്ടും മുടക്കൂട്ടും നടക്കാതെ കുടുംബം നോക്കാൻ പാടില്ല പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കൊന്നും പറയാൻ കിട്ടില്ല. സീരിയസ് ആയിട്ടാ പറയണേ. സോ നമ്മുടെ ഈ ഒരു ടീമിന്റെ അതിഗംഭീരമായ സ്കിറ്റിന് നിങ്ങൾ എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുക? സൂപ്പർ. 4 സ്റ്റാർസ് ആണ് നിങ്ങളുടെ ഈ ഒരു സ്കിറ്റിന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി തന്നെ നന്നായിട്ടൊന്ന് കൈയടിക്കാം. സൂപ്പർ. സോ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമ്മാനം നൽകുന്നതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നെൽസൺ ചേട്ടൻ ആൻഡ് ഉല്ലാസ് ചേട്ടൻ. കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ ഒരുപാട് കലാകാരന്മാർ വന്നിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാവരും നമ്മൾ കണ്ട് ഒരുപാട് ആസ്വദിച്ചിട്ടുമുണ്ട്. സോ ഇത്തവണ ഒരു സൂപ്പർ ക്യൂട്ട് പെർഫോമൻസിനുള്ള സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ആദം MS. ഹലോ. ഹലോ. ഹൗ ആർ യു? ഹൗ ആർ യു? ഓ, തിരിച്ച് ചോദിക്കുകയാണ് എൻ്റെ ദൈവമേ. ഓക്കെ, ആദം എന്നാണോ പേര്? അതെ. അതെ. എവിടെ നിന്നാണ് വരുന്നത് ആദം? കായംകുളത്തുനിന്ന്. കായംകുളത്തുനിന്ന്. ഇതാരാ? എൻ്റെ ദാദിയാ. ഡാഡിയാണോ? ഡാഡിയുടെ പേരെന്താ? ഡാഡിയുടെ പേരെന്താണ്? ഏതാണ്? ആളെ കൊണ്ട് പറയിക്കില്ല, ആള് തന്നെ എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആദം എത്രയിലാണ് പഠിക്കുന്നത്? ഇനി ആദം LKG ചേരാൻ. LKG. ഓക്കെ, ശരി. ആദം, എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത്? എന്താണ്? ഒരു മിമിക്രി. അത് പറയാനുള്ള പ്രായം പോലും ആയിട്ടില്ല പാവത്തിന്. ആദത്തിന് എത്ര വയസ്സാണ് ഇപ്പം? ആദത്തിന് 4 വയസ്സുണ്ട്. 4 വയസ്സ്. ഓക്കെ, ഈ മിമിക്രി നമ്മൾ ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ 4 വയസ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു കൈഡി തന്നെ നമ്മൾ കൊടുക്കണം. LKG-യിലാവുന്നുള്ളൂ. 4 വയസ്സുകാരനാണ് നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ആദം റെഡിയാണോ? റെഡി? അതെ. ഓക്കെ, ഭയങ്കര എനർജിയാണ്. വെരി ഗുഡ്. ആദം, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ട്രെയിനോ? ഒരു ട്രെയിൻ. അതെ, ഒരു ട്രെയിനിന്റെ ശബ്ദം. ട്രെയിൻ ഓടി പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. ഓക്കെ, ട്രെയിൻ ഞങ്ങൾ പോയി കണ്ടു. ഇനി എന്താണുള്ളത്? ഹെലികോപ്റ്റർ. ഈ ട്രെയിൻ എന്നും ഹെലികോപ്റ്റർ എന്നും പറയാൻ പോലും പറ്റാത്ത ആളാണ് കേട്ടോ. ഇത്രയും നന്നായിട്ട് ചെയ്യുന്നല്ലേ. ഇനി എന്താണ് ഈ ഒരു ചെറിയ ശരീരത്തിൽ ഞങ്ങൾ കാണാനുള്ളത്? അടുത്തത് ഒരു കാറാ. ഒരു കാർ ഇങ്ങനെ സ്പീഡിൽ വന്ന് ബ്രേക്ക് ഔട്ടുന്ന അത് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ. സഡൻ ബ്രേക്ക് ആയിരുന്നു. വെരി ഗുഡ് മോനു, വെരി ഗുഡ്. ഇനിയുണ്ടോ ട്രെയിൻ? ഇനി അടുത്തത് ആ പടക്കം പൊട്ടുന്നത് കാണിച്ചു കൊടുത്തേ.
പടക്കല്ലേ, ഇതൊരു തൃശ്ശൂർ പൂരാണല്ലേ, തൃശ്ശൂർ പൂരം. ഇനി ഉണ്ടോ ട്രെയിൻ, ഹെലികോപ്റ്റർ, കാർ, പടക്കം. ഇനി എന്നാ ഉള്ളത്? കതവ് തുറക്കുന്ന കഥ തുറക്കുന്നത്. ആ ഒരാൾ കതവ് തുറന്ന് നടന്നു പോകുന്ന ആ നടക്കുന്ന ശബ്ദം. അടുത്ത ചേച്ചു ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സൗണ്ട്, ആ ബാൻഡ് മേളം ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഇതിനൊക്കെ പറയാനുണ്ടല്ലേ, നമുക്ക് സത്യം പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല അല്ലേ. ഇത്രയും ചെറിയ വലിയൊരു കലാകാരനൊക്കെ നമ്മൾ എന്താണ് പറയാ. ഇനി മോൻ ചെയ്യുന്നത് സൗണ്ട് തോമയുടെ പാട്ട്, ആ. ആ പാട്ടൊന്ന് ഇമിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിലും പണ്ടേ ഞാനൊരു വീരനാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ കാട്. നമുക്ക് രണ്ടുപേരും കൂടെ മ്യൂസിക് ഒന്ന് ചെയ്താലോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ അച്ഛന്റെയും മകന്റെയും. ചേച്ചു നമുക്കൊന്ന് ചെയ്താലോ? മ്യൂസിക് ചെയ്താലോ? അപ്പോൾ ചേച്ചു എന്താ നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പോണേ? ഓക്കെ അല്ലേ? അമേസിങ് അമേസിങ് അമേസിങ്. അച്ഛനും മോനുണ്ടല്ലോ രണ്ടുപേരും, എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കഴിവ് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഈ അച്ഛൻ മോൻ ഡുവോയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. എന്ത് പറയുന്നു ഈ അച്ഛൻ മകൻ കോംബോ? എനിക്കൊന്നും പറയാനില്ല, ചെയ്യാനേ ഉള്ളൂ. സൂപ്പറാണ്. നമുക്ക് എന്തോ ഇതിനെന്താ നമ്മൾ പറയാനുള്ളത്? അതെ അതെ, ഒരു ഉമ്മ കൊടുക്കുക, അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് ഇവന് ഇപ്പം പറഞ്ഞല്ലോ, എന്നാ ആ പാട്ട് പാടിയായിരുന്നല്ലോ, പണ്ടേ ഞാനൊരു വീരനാന്ന്. അത് നീ ഇപ്പോഴല്ല പറയണ്ടേ, ഒരു 20 വർഷം കഴിഞ്ഞിട്ട് നിനക്ക് ധൈര്യമായിട്ട് പറയാം പണ്ടേ ഞാനൊരു വീരനാന്ന്. അത്ര മാത്രമേ പറയാനുള്ളൂ മോനെ. അടിപൊളി, സൂപ്പർ, അടിപൊളി അടിപൊളി. ഓക്കെ ഉല്ലാസേടാ, അടുത്ത ആള് വരുന്നുണ്ട് ഉമ്മ ഒക്കെ. നമ്മുടെ മുത്താണ്, നമ്മുടെ മിമിക്രിക്കാരുടെ സ്വത്താണ്. ഏറ്റെടുത്ത് കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും അല്ലേ? ഒന്നും പറയാനില്ല, ഈ മനുഷ്യന്റെ ഭാഗ്യം. താങ്ക് യു. അതേ എനിക്ക് പറയാം. അപ്പൊ എന്താണെങ്കിലും സൂൺ ഇനിയുള്ള നമ്മുടെ എപ്പിസോഡ്സിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രണ്ടുപേരുടെയും അതിഗംഭീരമായ പെർഫോമൻസ് ഒക്കെ. ഓക്കെ, ആദ്യം റെഡിയാണോ ഇനി അടുത്തായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വരാൻ? ഓക്കെയാണ്, എന്ത് പറഞ്ഞാലും ആള് ഓക്കെയാണ്, റെഡി ഓക്കെയാണ്. സൂപ്പർ എനർജറ്റിക്, വെരി ഗുഡ്. അപ്പൊ എന്താണെങ്കിലും കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ വെരി ഗുഡ്. ഒന്നേ പോകൂ ഒന്നിച്ച് പോകും, ഒന്നിച്ച് പോകും ഒന്നേ പോകും, ഒന്നേ പോകൂ ഒന്നിച്ച് പോകും, ഒന്നിച്ച് പോകും ഒന്നേ പോകും, ഒന്നേ പോകൂ ഒന്നിച്ച് പോകും, ഒന്നിച്ച് പോകും ഒന്നേ പോകും, ഒന്നേ പോകൂ ഒന്നിച്ച് പോകും, ഒന്നിച്ച് പോകും ഒന്നേ പോകും. ഹലോ ഹലോ, ആദ്യം ഈ മുദ്രാവാക്യം വിളിയെങ്കിലും ഒന്ന് ഒരുമിച്ച് വിളിക്കാൻ നോക്ക്, എന്നിട്ട് ഒന്നിച്ച് നടക്കും. പല രണ്ട് ടൈമിൽ വിളിച്ചിട്ട് ഒന്നേ പോകും ഒന്നേ പോകും. ആദ്യം ആ മുദ്രാവാക്യം ഒന്ന് കറക്റ്റ് ചെയ്യും. ഒന്ന് വിളിച്ചേ. ഒന്നേ പോകൂ ഒന്നിച്ച് പോകും. മുദ്രാവാക്യം പ്രാക്ടീസ് ചെയ്യാൻ വന്നതല്ല. ചോദിക്കേ അല്ല, എന്നാലും അവൻ പറഞ്ഞതിന്റെ ഒന്നൊരു സാധനം വിട്ട് വന്നു. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു തന്നെ ചെയ്യാം. ചോദിക്കാം അല്ലേ? ചോദിക്കേ. അല്ല, ഇവിടെ ചോദിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടില്ലായിരുന്നല്ലോ, പുതിയ ആളാണോ? അതെ, നമ്പർ തരുവാണെങ്കിൽ ഞാൻ SMS അയക്കാം. വീടെവിടെയാ? നീ അയക്കുന്ന SMS ഏതാന്ന് നമുക്കറിയാം. അല്ല, ഊളംപാറയില വീട് ചോദിക്കാനാണോ പറഞ്ഞത്? അതെ, മിസ്റ്റർ ഉല്ലാസ് നെൽസൺ. നെൽസൺ ഉല്ലാസ്, നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പറയുക. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഞങ്ങൾ പെയിന്റിംഗ് ഇവിടെ കളിയാക്കിക്കൊണ്ട്
ഒരു കിറ്റ് എലികാസ്റ്റ് ചെയ്തായിരുന്നു. ഒരു കിറ്റ് എലികാസ്റ്റ് ചെയ്തായിരുന്നു. എലിവർഷം എന്താ ഈ പറയുന്നത്? ടെലികാസ്റ്റോ എന്താണ്? എലികാസ്റ്റമല്ല, പെയിന്റിങ് പെയിന്റിങ്ങുകാരെ കളിയാക്കിക്കൊണ്ടൊരു കിറ്റ് എലികാസ്റ്റ് ചെയ്തായിരുന്നു. ടെലികാസ്റ്റ് ചെയ്തായിരുന്നു. ടെലികാസ്റ്റ് ചെയ്യുന്നത് കിറ്റോ? ആ സാധനം ചെയ്തായിരുന്നു. അതിനിപ്പോ എന്താ? അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ പെയിന്റിംഗ് കോൺട്രാക്ടർമാര് മൊത്തം മണ്ടന്മാരാണ് അല്ല എന്നാണ് ഇവന്മാരുടെ വിചാരം, എന്നാണ് നിങ്ങളുടെ വിചാരം. അതല്ല, ഇത് എന്റെ വീട്ടിൽ പണിക്ക് വന്ന ആൾക്കാരാണ്. അതെ അതെ. ആണോ? ഇത് കാണിച്ച പരിപാടി എന്താണെന്നറിയാം? എന്താണ്? പെയിന്റിങ്ങിന് മേടിച്ചു കൊടുത്ത പെയിന്റ് അധികം വരുന്നതെല്ലാം വാഴയുടെ ചുവട്ടി കൊണ്ടിട്ട് മണ്ണിട്ട് മൂടുക. എല്ലാ പെയിന്റും അതെല്ലാ പെയിന്റും ബാലൻസ് വരുന്ന എല്ലാം വാഴയുടെ ചുവട്ടിയിട്ട് മണ്ണിട്ട് മൂടുക. അതിനിടെ എങ്ങനെ ചെയ്യുന്നത്? അതെ, കൊല ഉണ്ടാവുമ്പോഴേ പല വർണ്ണത്തിലുള്ള കായ ഉണ്ടായി വരാനാ ഈ പഞ്ചവർണ്ണ തത്താന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പഞ്ചവർണ്ണ കായ. ഇപ്പൊ തന്നെ പാളയംകുളം കൊല ഏത്തപ്പഴൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ പഞ്ചവർണ്ണ കൊല. കൊല എങ്ങനെയുണ്ടത്? അതും പോട്ടെ, ഇവരോട് ഞാൻ ഏണി വെച്ച് പെയിന്റ് ചെയ്യാനാന്ന് പറഞ്ഞു. നീ വന്ന് നോക്കണം നെൽസാദ്, ഇത് കാണിച്ചു വെച്ച അതും തെറ്റായി പോയോ? എന്നോട് ഈ സാറ് വന്ന് വെച്ച് പറഞ്ഞു, 1 ലിറ്റർ പെയിന്റ് എടുത്ത് വന്നിട്ട് പറഞ്ഞത് ഈ ചുമറ്റയിൽ ഏണി വെച്ച് പെയിന്റ് അടിക്കണമെന്ന്. ഞാൻ ആ ഏണി ഇങ്ങനെ വെച്ചു ഇങ്ങനെ പെയിന്റ് അടിച്ച് ആ ഏണിയുടെ പാട് മൊത്തം ഇങ്ങനെ വിത്തിയലാക്കി. അത് ചെയ്ത് തെറ്റാണോ? ഇപ്പൊ വന്ന് കാണണം. അല്ല, ഞാൻ പാമ്പും കോണിയും കടിക്കാം, പാമ്പും കോണിയും. അല്ലത് കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം തൊഴിലാളികളോട് പറയുമ്പോൾ അത് വ്യക്തമാക്കി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. അത് അങ്ങനെ അല്ലായിരുന്നോ? അത് പോട്ടെ, എന്റെ കുടിവെള്ളം മുട്ടിച്ചവനോട് താൻ കുടിവെള്ളം മുട്ടിച്ചോ? കുടിവെള്ളം എങ്ങനെയാ മുട്ടിക്കണേ? കുടിവെള്ളം മുട്ടിക്കാനായിട്ട് അത് കരിങ്കല്ല് വേണോ എങ്ങനെ മുട്ടിക്കാനായിട്ട്? കുടിവെള്ളം ഒഴിക്കുമല്ലേ? എന്നാ പറഞ്ഞ കുടിവെള്ളം മുട്ടിച്ചു എന്ന് പറഞ്ഞു? അല്ല, ഏത് അർത്ഥത്തിലാ അത് പറഞ്ഞേ? എങ്ങനെ കുടിവെള്ളം എങ്ങനെ മുട്ടിച്ചത്? എങ്ങനെ മുട്ടിച്ചു? കിണറ്റി കൊണ്ടുവന്നേ ഇവര് പെയിന്റ് ഒഴിച്ചെന്ന്. എന്തുവാടോ കാണിച്ചത്? എന്താ കാരണം എന്താന്ന് ചോദിക്കുക. പെയിന്റ് കലക്കാനുള്ള കാരണം എന്നാന്ന് നിങ്ങൾ ചോദിക്കുക. ഞാൻ പറഞ്ഞ കിണറ്റിനകത്ത് മൊത്തം പായലാണല്ലോ എന്ന് പറഞ്ഞു കേൾക്കും. നിങ്ങള് കേട്ടില്ലേ? കിണറ്റി പായലാണ്. എന്നാ ചെയ്യേണ്ടത്? 3, 4 പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട വർണ്ണമനോഹര മാണി മാളിക വിളങ്ങി തിളങ്ങി പെയിന്റ് എടുത്ത് ഒഴിച്ചു. തലവടിക്കും അത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. അതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. എന്നതാ റൂട്ട് മാറിപ്പോയല്ലോ? അയ്യോ, റൂട്ട് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ കിണറ്റിനകത്ത് പായൽ മാറിയോ? ഇതൊക്കെയല്ല, എനിക്ക് സങ്കടം വന്ന വേറൊരു കാര്യമാണ്. ഇവര് ആ സ്കിറ്റിലെ ടെലികാസ്റ്റ് ചെയ്തപ്പോ കണ്ടായിരുന്നോ? ഇവര് കാണിച്ച കാട്ടായം കോൺട്രാക്ടർമാരെ കുറിച്ച്. ഈ പെയിന്റിന്റെ പാട്ടയില്ലേ, ആ പാട്ട പൊട്ടിക്കുമ്പോ ഒരു ടോക്കൺ കിട്ടുമല്ലോ. അത് നിങ്ങൾ ആരും അറിയാത്ത ആ ടോക്കൺ ഞാൻ എടുക്കുന്നതായിട്ട് ഇവര് ടെലികാസ്റ്റ് ചെയ്തു. അത് ചെയ്തോ? ഉള്ള കാര്യം പറയാനല്ല, ഈ പുള്ളി ഈ പെയിന്റിംഗ് സൈറ്റിൽ വരുന്നുണ്ട്. ഈ പാട്ട പൊട്ടിച്ച് ഈ ടോക്കൺ എടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് സാധനം കൃത്യമായിട്ട് ഇട്ട് കളഞ്ഞു? കൺഗ്രാറ്റുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്. വിനു, എന്റെ സൈഡാണോ അവരുടെ സൈഡാണോ? അല്ല, സത്യം എന്തായാലും വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇവര് വേറൊരു കാര്യം എന്നാ ചെയ്തെന്നറിയാവോ? വേറെന്നാ കാര്യം? ഞാൻ തൊഴിലാളികളിൽ നിന്നൊക്കെ പിരിവ് മേടിച്ച് 10, 100, 200 നിങ്ങളുടെ പണിക്കാശിന്ന് മേടിച്ച് നിങ്ങൾക്ക് തരാതെ വെട്ടി ഒന്നിച്ച് കൊണ്ടുപോയി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മദ്യപിക്കുകയാണെന്ന്. എന്റെ ദൈവമേ, ഈ പാട്ട പഠിച്ച് ടോക്കൺ എടുക്കാനും ഈ വെട്ടുമേനി വെട്ടാൻ വേണ്ടി വൈകുന്നേരം മാത്രമേ ഈ പുള്ളി സൈറ്റിൽ ഇതൊക്കെ കണ്ടുപിടിച്ചു. നമുക്കറിയാലോ. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും എന്നെ എത്ര ദ്രോഹിച്ചിട്ടും ഞാൻ ഇവരെ വീട്ടിൽ പണിക്ക് നിർത്തുന്നത് എന്തിനാണെന്നറിയോ? എന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു മോഡേൺ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അത് മോഡേൺ ആർട്ട് അല്ലായിരുന്നു. 1-ാം തീയതി സാധനം കഴിച്ചില്ലെങ്കിൽ പുള്ളിക്ക് കൈ വറക്കും. ആ കൈ വറച്ചോണ്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചാൽ അത് മോഡേൺ ആർട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞങ്ങൾ പെയിന്റിങ്ങുകാരൊക്കെ മദ്യപാനികളാണെന്ന്. ഞങ്ങൾ മദ്യപിക്കത്തില്ല, മദ്യപിക്കാതെ ചെയ്ത മോഡേൺ ആക്ടർ ആയിരുന്നു. അതല്ലേ? ഈ 1-ാം തീയതി കിട്ടാത്തോണ്ടാണ് പുള്ളി ഇങ്ങനെ കൈ വറച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം 2, 3, 4, 5 ഉള്ള അടി കാണണം ഈ കാലന്റെ. ദൈവമേ, വെള്ളം അങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ. വെച്ചിട്ടിങ്ങനെ നമ്മൾ വെള്ളം അടിച്ചിട്ട് ഊതൂലേ, ഈ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഉഫൂന്നൊരു ഊതിയത് ഒരു റോസാപ്പൂവിനായിരുന്നു. ആ റോസാപ്പൂ ഞാൻ അവിടെ പോണ വരെ എന്നെ തെറിയായിരുന്നു. ബിനു എന്റെ സൈഡാണോ അവരുടെ സൈഡാണോ? അല്ല, സത്യം പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാനൊരു കാര്യം ചെയ്യാം. ബിനു വേണ്ട, എന്റെ പണിക്ക് ബിനു വേണ്ട, ബിനു വരണ്ട. ഞാൻ ബിനുവിന് പകരം അവരെ പണിക്ക് വിളിച്ചോണ്ട് പോക്കോളാം. അപ്പൊ ഞാൻ നിങ്ങൾ ആ പൂന്തോട്ടത്തിൽ കയറിയിരുന്നു. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി. ബിനു ഒരു കാര്യം കൂടെ കേട്ടിട്ടേ പോകാവുള്ളൂ. ഇവർ കാണിച്ചതെന്നറിയാമോ? നിങ്ങൾ ആ കിറ്റ് കണ്ടായിരുന്നോ? ഞാൻ കിറ്റ് കണ്ടില്ല. ആ കിറ്റിൽ അവർ കാണിക്കുകയാണ് നമുക്ക് ആത്മാർത്ഥതയില്ല, 5 മണി വരെ പണി ചെയ്യത്തില്ല, 5 മണിക്ക് മുമ്പ് എവിടെയെങ്കിലും പണി നിർത്തിയിട്ട് ബ്രഷും കഴുകി നമ്മൾ പോകുമെന്ന് ഇവർ കാണിച്ചറിയാവോ?
അങ്ങനെ കാണിച്ചു ഈ അങ്ങ സൈസ് വർത്താനം മാത്രമല്ല, അത്ര ഉത്തരവാദിത്തമില്ലാത്ത ആളുകളല്ല ഞങ്ങള്. നിങ്ങളിപ്പോ ഇന്നത്തെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. 2 മണിക്കാണ് ഞങ്ങൾ ഇത് അറിയണത്. ഈ കേട്ട അപ്പൊ തന്നെ ബ്രഷും ഈ പാട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്. ഞങ്ങൾ കാണിക്കാൻ പെരുമാറും ചെയ്യരുത്, അത് വളരെ മോശമാണ്. വേണ്ട ഇനി നിങ്ങളുടെ പണിയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ പോവാ. നമുക്ക് പണി വേണ്ട, വേണ്ടല്ലോ. അല്ല നമ്മുടെ രക്തം തിളക്കണം. ഇപ്പൊ കാണിച്ചില്ലേ, ഇതുപോലെ നമ്മുടെ രക്തം തിളക്കണം. നമ്മൾ പ്രതികരിക്കണം, തൊഴിലാളികള് പ്രതികരിക്കണം, രക്തം തിളക്കണം. നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കരുത്. കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കില്ല. ശരി. അപ്പൊ ഉല്ലാസല്ലേ പറഞ്ഞത് നിങ്ങളുടെ പണിക്കാർക്ക് കൊടുത്താൽ മതി ഇവിടുത്തെ കൊട്ടേഷനിൽ. ഞാൻ പറഞ്ഞായിരുന്നു. എത്ര ലക്ഷം? 20 ലക്ഷം രൂപയുടെ വർക്കല്ലായിരുന്നു? വർക്കാണത്. അത് കൊടുക്കാതെ നിങ്ങൾ തറതട്ട നിന്നല്ലേ? ഞാൻ ഇവർക്ക് വേണ്ടി വാദിച്ചല്ലേ. ഞങ്ങൾക്ക് ആ തൊഴിൽ വേണ്ട. നീയൊക്കെ എന്നാ വിചാരിച്ചേ? പാവപ്പെട്ട തൊഴിൽ പറയട്ടെ, ഞാൻ എന്നാ വിചാരിച്ചേ? പാവപ്പെട്ട തൊഴിലാളികൾ നട്ടയില്ലാത്തവരാണ്. ഞാൻ പറയുന്നത് കേൾക്കട്ടെ. ഇനി നിങ്ങൾ പൊന്നും കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാൻ ഈ വർക്ക് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ബ്രഷ് വെച്ച് വട്ടൂർ അടിയടിച്ചാണല്ലോ ഫ്ലാറ്റ് അടിക്കണേ. പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? 20 ലക്ഷം രൂപയുടെ വർക്കാണ്. 20 ലക്ഷം രൂപയുടെ വർക്ക് ഇപ്പൊ 5 ലക്ഷം രൂപ അഡ്വാൻസിന് അവിടെ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ചോറ് കളിച്ചത്? ഇത്രയും ചോറ് കളിച്ചാൽ മതി. ചോറ് കളിച്ചാലേ നിന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ അരി തിളക്കത്തില്ലടാ. അപ്പൊ ഇനിയിപ്പോ എന്നാ ചെയ്യും? ഇനിയിപ്പോ നീ എന്റെ കൂടെ വേണ്ട. ഒന്നേ പോകില്ല, ഒന്നിച്ചേ പോകില്ല, ഒന്നേ പോകില്ല, ഒന്നിച്ചേ പോകില്ല, ഒന്നേ പോകില്ല. ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. ചോര തിളച്ചത് മറന്നിട്ട് ജോലി തരുമോ ഞങ്ങക്ക്? തരാൻ നിനക്ക്. ആണോ? ജോലി അല്ലെന്നേ ഉള്ളൂ. വിട്ടോ. ഒന്നേ പോകില്ല, ഒന്നിച്ച് പോകില്ല, ഒന്നിച്ച് പോകില്ല. വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങളെ ഒന്ന് കുടുകുടാ ചിരിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ.